Social Science for Class 6, Our Past. Social Science textbook in history for Class CBSE. Second chapter, From Hunting, Gathering to Growing Food. The lesson is From Hunting, Gathering to Growing Food. Here is an extract from Tushar's diary. Tushar's train journey. Tushar was going from Delhi to Chennai for his cousin's wedding. They were traveling by train and he had managed to squeeze into the window seat, his nose glued to the glass pane. As he watched trees and houses fly past, his uncle tapped his shoulder and said, "Do you know that trains were first used about 150 years ago and that people began using buses a few decades later?" Tushar wondered, when people couldn't travel quickly from one place to another, did they spend their entire lives wherever they were born? അപ്പോൾ ഇവിടെ തുഷാർ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ യാത്ര തിരിച്ചു. അവൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി അവനങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ കാഴ്ചകൾ വിൻഡോയിലൂടെ അവന് കാണാനായിട്ട് സാധിക്കുന്നു. ആ സമയത്താണ് അവൻ്റെ അങ്കിൾ അവനോട് പറയുന്നത്, ട്രെയിൻസ് വെർ ഫസ്റ്റ് യൂസ്ഡ് അബൌട്ട് 150 ഇയേഴ്സ് എഗോ. ഇന്ത്യയിൽ ട്രെയിനുകൾ 150 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വന്നതെന്ന്. അപ്പം നമുക്ക് ഇന്ത്യയിൽ എന്നാണ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത്? ഫസ്റ്റ് ട്രെയിൻ സർവീസ് ഇൻ ഇന്ത്യ വാസ് ഓൺ 16th April 1853 ബിറ്റ്വീൻ ബോറി ബന്ദർ ടു താനെ, എ ഡിസ്റ്റൻസ് ഓഫ് 34 കിലോമീറ്റർ. ഇപ്പോൾ ഇന്ത്യയിൽ 1853 ഏപ്രിൽ 16 ഫസ്റ്റ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. അത് ബിറ്റ്വീൻ ബോറി ബന്ദർ ടു താനെ. ഇനി കം ടു ദ പോയിന്റ്, കം ടു ദ ലെസൺ. Here we are learning about hunter-gatherers. We already learned about hunter-gatherers. ഇനി ഇവർക്ക് എങ്ങനെയാണ് ഈ പേരുകൾ ലഭിച്ചത്, എന്തുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട്. പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസ്, അവരുടെ സൈറ്റ്, അവരുടെ ഹാബിറ്റേഷൻ സൈറ്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us begin the lesson. The earliest people, why were they on the move? We know about people who lived in the subcontinent as early as 2 million years ago. Today, we describe them as hunter-gatherers. The name comes from the way in which they got their food. Generally, they hunted wild animals, caught fish and birds, gathered fruits, roots, nuts, seeds, leaves, stalks and eggs. അപ്പോൾ ഹണ്ടർ ഗ്യാദേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജനങ്ങളെയാണ്, പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളെയാണ് നമ്മൾ ഹണ്ടർ ഗ്യാദേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർക്ക് വൈ ദേ ഗോട്ട് സച്ച് എ നെയിം, ബിക്കോസ് ദേ ഗോട്ട് സച്ച് എ നെയിം ബൈ the name comes from the way in which they got their food. How do they collected their food? അവരെങ്ങനെയാണ് അവർ ഫുഡ് കളക്ട് ചെയ്തത്? They hunted animals and collected or gathered what all things? Fruits, roots, nuts, seeds, leaves, stalks and eggs. Stalks means the stem of the plant. ഇവിടെ ഈ ഹണ്ടർ ഗ്യാദേഴ്സിന് അവർക്ക് പേര് കൊടുക്കാനുള്ള കാരണം, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരെ ഒന്നുകിൽ നായാടി ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഫ്രൂട്ട്സ്, റൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, ലീവ്സ്, സ്റ്റോക്സ്, എഗ്സ് ഇതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്നുള്ള പേര് ആർക്കിയോളജിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് നമുക്ക് നോക്കുന്നത്, ഹണ്ടർ ഗ്യാദേഴ്സ് മൂവ്ഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ദർ ആർ മെനി റീസൺസ് ഫോർ ദിസ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഈ ഹണ്ടർ ഗ്യാദേഴ്സ്, അതായത് 2 മില്യൺ ഇയേഴ്സിന് മുമ്പ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ജീവിച്ചിരുന്ന പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്യപ്പെട്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കും അവർ മൂവ് ചെയ്ത്? വൈ ഡിഡ് ഹണ്ടർ ഗ്യാദേഴ്സ് ട്രാവൽ? അവരെന്തുകൊണ്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും, അവരെന്തുകൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ടാവും? അതിന് 4 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ 4 റീസൺസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, if they had stayed at one place for a long time, they would have eaten up all the available plant and animal resources. Therefore, they would have had to go elsewhere in search of food. അതായത് if they had stayed at one place for a long time, വളരെയേറെ കാലം അവർ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുകയും അവിടെയുള്ള പ്ലാന്റ്സും ട്രീസും മൃഗങ്ങളെയും ആനിമൽസിനെയൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ, ഈറ്റൺ അപ്പ് എന്ന് പറഞ്ഞാൽ ഈറ്റൺ അപ്പ് ഓൾ ദ അവൈലബിൾ പ്ലാന്റ് ആൻഡ് ആനിമൽ റിസോഴ്സസ്, ഇറ്റ് വിൽ സൂൺ ഡിമിനിഷ്, അല്ലേ, ഡിക്രീസ് ചെയ്യും. അതിൻ്റെ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ അളവ്, അതിൻ്റെ അവൈലബിലിറ്റി കുറയും. അങ്ങനെ വരുമ്പോൾ ദേ ആർ ഫോഴ്സ്ഡ് ടു ലീവ് ദാറ്റ് പ്ലേസ് ആൻഡ് ഇൻ സെർച്ച് ഓഫ് എ ന്യൂ പ്ലേസ്. അപ്പോൾ ഒന്നാമത്തെ കാരണം പറഞ്ഞത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്, ആനിമൽ റിസോഴ്സസ്
കുറയുന്നതിനനുസരിച്ച് അവർ ഇത് കൂടുതൽ ലഭ്യമാകുന്ന സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തിരുന്നു. സെക്കൻഡ് റീസൺ, ആനിമൽസ് മൂവ് ഫ്രം place to place either in search of smaller prey or in the case of deer or wild cattle in search of grass and leaves. That is why those who hunted them had to follow their movements. ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ആനിമൽസ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ആനിമൽസ് ഇങ്ങനെ കാട്ടിലൂടെ അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഒന്നുകിൽ അവർക്ക് ഇര കിട്ടാനായിട്ടാവാം, അല്ലെങ്കിൽ ഡിയർ അല്ലെങ്കിൽ വൈൽഡ് കാറ്റിലിനൊക്കെ ഇൻ സെർച്ച് ഓഫ് ഗ്രാസ് ആൻഡ് ലീവ്സ് ആവും. അപ്പോൾ ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന ആൾക്കാർ, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ഈ ആനിമൽസിന് പിന്നാലെ കണ്ടോ, ദാറ്റ് ഈസ് വൈ ഹൂ ഹണ്ടഡ് ദം ഹാഡ് ടു ഫോളോ ദെയർ മൂവ്മെൻറ്റ്സ്. ആനിമൽസിൻ്റെ പിന്നാലെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ 2 റീസൺസ് ആണ് പറഞ്ഞത്. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് കുറയുന്നതിനനുസരിച്ച് പുതിയ സ്ഥലങ്ങൾ അവർ കണ്ടെത്തി. രണ്ടാമത് പറയുന്നത്, അവർ ഹണ്ട് ചെയ്തിരിക്കുന്ന ആനിമൽസ് എവിടേക്ക് മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് ആൾക്കാർ, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ഈ ആനിമൽസിനെ പിന്തുടർന്ന് അവർ ആ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തിരുന്നു. തേർഡ് റീസൺസ് ആയിട്ട് പറയുന്നത്, തേർഡ്, പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ബെയർ ഫ്രൂട്ട് in different seasons, so people may have moved from season to season in search of different kinds of plants. നമുക്ക് തന്നെ അറിയാം, മരങ്ങളായാലും ചെടികളായാലും ഒക്കെ ചില പ്രത്യേക കാലഘട്ടങ്ങളിലാണ് ഓരോന്നും കായ്ക്കുന്നതും പൂക്കുന്നതും ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ഫ്രൂട്ട്സ് അവൈലബിൾ ആകുമോ, ഏതൊക്കെ സീസണിൽ അവൈലബിൾ ആകുമോ ആ സീസൺ അനുസരിച്ച് അവ ലഭ്യമാകുന്ന സ്ഥലങ്ങളിലേക്ക് ഹണ്ടർ ഗ്യാദേഴ്സ് യാത്ര ചെയ്തിരുന്നു. Plants and trees bear fruit in different seasons, so people may have moved from season to season in search of different kinds of plants. അപ്പം ഈ ബെയറിങ് ഫ്രൂട്ട്സ് നോക്കിയിട്ടാണ്, അവരുടെ സീസൺ നോക്കിയിട്ടാണ് മനുഷ്യർ യാത്ര. ഫോർത്ത് റീസൺ, പീപ്പിൾ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡ് വാട്ടർ ടു സർവൈവ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ജനങ്ങളായാലും പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആവും, ദേ നീഡ് വാട്ടർ ടു സർവൈവ്. അവർക്ക് അവരുടെ അതിജീവനത്തിന് വെള്ളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ ലേക്സ്, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. അന്നത്തെ കാലത്ത് വാട്ടർ ലഭ്യമായിരുന്നത് ലേക്സ്, സ്ട്രീംസ് ആൻഡ് റിവേഴ്സിൽ നിന്നാണ്. വൈൽ മെനി റിവേഴ്സ് ആൻഡ് ലേക്സ് ആർ പെറിനിയൽ. പെറിനിയൽ എന്ന് വെച്ചാൽ വീതി കുറഞ്ഞതും ആഴമില്ലാത്തതുമായിട്ടുള്ളവ. വിത്ത് വാട്ടർ ത്രൂ ഔട്ട് ദ ഇയർ, അതേഴ്സ് ആർ സീസണൽ. ചില ലേക്സും റിവേഴ്സും ഒക്കെ പെറിനിയലായിരിക്കാം, ചിലത് സീസണൽ. ഇപ്പം മൺസൂൺ സീസൺ ആണെങ്കിൽ വെള്ളം ധാരാളം കാണും, ആ സ്ഥാനത്ത് സമ്മർ സീസൺ ആണെങ്കിൽ വെള്ളം കുറവായിരിക്കും. സോ പീപ്പിൾ ലിവിങ് ഓൺ ദെയർ ബാങ്ക്സ് വുഡ് ഹാവ് ഹാഡ് ടു ഗോ ഇൻ സെർച്ച് ഓഫ് വാട്ടർ ഡ്യൂറിങ് ദ ഡ്രൈ സീസൺസ്. അപ്പം വിൻ്റർ സീസണിലും സമ്മർ സീസണിലും വെള്ളത്തിനെ ആശ്രയിക്കാൻ വേണ്ടി, വെള്ളത്തിനെ തേടി അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ 4 റീസൺസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വൈ ഡിഡ് ഏർലി പീപ്പിൾ ട്രാവൽ. ഫസ്റ്റ് റീസൺ പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് കുറയുന്നതനുസരിച്ച് അവർ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തിരുന്നു. ആനിമൽസിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ആൾക്കാർ ആനിമൽസിനെ പിന്തുടർന്ന ഹണ്ടഡ് ഗ്യാദേഴ്സ് അവർക്ക് പിന്നാലെ പോയിരുന്നു. അടുത്തതായിട്ട് പറഞ്ഞത് സീസണൽ ബെയറിംഗ് ആണ് ഫ്രൂട്ട്സ്. അപ്പോൾ ആ സീസൺസ് അനുസരിച്ച് ആൾക്കാർ ഈ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നു. അടുത്ത പറഞ്ഞ പീപ്പിൾ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡ് വാട്ടർ ടു സർവൈവ്. സോ പീപ്പിൾ ലിവിങ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദീസ് rivers, lakes, streams would have had to go in search of water during the dry seasons. 4 reasons നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഹൗ ഡു വി നോ അബൌട്ട് ദീസ് പീപ്പിൾ? ഇനി ഈ ജനങ്ങളെക്കുറിച്ച്, ഈ ഹണ്ടർ ഗ്യാദേഴ്സിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് അറിവ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് സം ഓഫ് ദ തിങ്സ് ഹണ്ടർ ഗ്യാദേഴ്സ് മെയ്ഡ് ആൻഡ് യൂസ്ഡ്. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് പീപ്പിൾ മെയ്ഡ് ആൻഡ് യൂസ്ഡ് ടൂൾസ് ഓഫ് സ്റ്റോൺ, wood and bone, of which stone tools have സർവൈവ്ഡ് ബെസ്റ്റ്. നമുക്ക് തന്നെ അറിയാം, പ്രാചീന ശിലായുഗത്തിലെ ഈ മനുഷ്യരെക്കുറിച്ച് നമുക്ക് പഠിച്ച് ഇതിനെക്കുറിച്ചുള്ള അറിവ് തന്നേക്കുന്ന ആൾക്കാരാണ് ആർക്കിയോളജിസ്റ്റ് അല്ലേ. ആർക്കിയോളജിസ്റ്റിൻ്റെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഹിസ്റ്ററി തന്നെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ചുള്ള, ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള ജനങ്ങളെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഉണ്ടായിട്ട് ഇന്ത്യയിൽ പര്യവേഷണം നടത്തിയിട്ടുള്ള ആർക്കിയോളജിസ്റ്റുകളുടെ പഠനത്തിൽ നിന്ന് റിസൾട്ടാണിത്. ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് സം ഓഫ് ദ തിങ്സ് ഹണ്ടർ ഗ്യാദേഴ്സ് മെയ്ഡ് ആൻഡ് യൂസ്ഡ്. ഇവിടെ ഹണ്ടർ ഗ്യാദേഴ്സ് മെയ്ഡ് ആൻഡ് യൂസ് ചെയ്തിട്ടുള്ള തിങ്സിനെ കുറിച്ചാണ് ഇവിടെ ആർക്കിയോളജിസ്റ്റ് പഠിച്ചിട്ടുള്ളത്. അതെന്തായിരുന്നു സാധനങ്ങളെ? ടൂൾസ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. അന്നത്തെ കാലത്തെ ആൾക്കാർ ടൂൾസ് ഉണ്ടാക്കിയിരുന്ന സ്റ്റോൺ കൊണ്ടോ വുഡ് കൊണ്ടോ ബോൺ കൊണ്ടായിരുന്നു. ഇതിനതിൽ സർവൈവ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? സ്റ്റോൺ ടൂൾസ് ആയിരിക്കും സർവൈവ് ചെയ്തിരിക്കുന്നത്. മറ്റത് രണ്ടും സർവൈവ് ചെയ്ത് കാണാനായിട്ട് സാധ്യത വളരെ
കുറവാണ്. ഇനി വാട്ട് വർ ദ പർപ്പസ് ഓഫ് ദീസ് ടൂൾസ്, ഇവരെന്തിനായിരിക്കും ഈ ടൂൾസ് ഉപയോഗിച്ചിരിക്കുന്നത്? സം ഓഫ് ദീസ് സ്റ്റോൺ ടൂൾസ് വെർ യൂസ്ഡ് ടു കട്ട് മീറ്റ് ആൻഡ് ബോൺ, scrape bark from trees and hides from animal skins, chop fruit and roots. Some may have been attached to handles of bone or wood to make spears and arrows for hunting. Other tools were used to chop wood, which have used as firewood. Wood was also used to make huts and tools. ഇവിടെ നമുക്ക് പർപ്പസ് ഓഫ് ദ ടൂൾസ് ആണ് കാണുന്നത്. നമുക്ക് ടൂൾസ് ഏതെല്ലാം തരത്തിലുണ്ട്? ടൂൾസ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ, 3 തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ ആൾക്കാർ ടൂൾസ് ഉണ്ടാക്കിയത്. ഒന്ന് സ്റ്റോൺ ആവാം, ഒന്ന് വുഡ് ആവാം, ഒന്ന് ബോണാം. ഇനി അതിൻ്റെ പർപ്പസ് എന്താണ്? സം ടൂൾസ് വെർ യൂസ്ഡ് ടു കട്ട്, എന്ത് കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു? മീറ്റ് ആൻഡ് ബോൺ, സ്ക്രേപ്പ് ബാർക്ക്, മരങ്ങളുടെ തൊലികൾ എടുക്കാനായിട്ട്, ആനിമൽസിൻ്റെ സ്കിന്ന് ഹൈഡ്സ് എടുക്കാനായിട്ട്, ചോപ്പ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സും റൂട്ട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ അവയൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ചില ടൂൾസ് ഫോർ ഹണ്ടിങ് ആൻഡ് അതർ ടൂൾസ് ഫോർ യൂസ്ഡ് ടു ചോപ്പ് വുഡ്. അന്നത്തെ ആൾക്കാർ ഫയർ വുഡിനും വുഡ് ഉപയോഗിച്ചിരുന്നു. വുഡ് വാസ് ഓൾസോ യൂസ്ഡ് ടു മേക്ക് ഹട്ട്സ് ആൻഡ് ടൂൾസ്. അപ്പം വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ദീസ് ടൂൾസ്? സം ടൂൾസ് വെർ യൂസ്ഡ് ടു കട്ട് മീറ്റ് ആൻഡ് ബോൺ, സ്ക്രേപ്പ് ബാർക്ക് and hides, chop fruit and roots, and also for hunting and also to chop wood. ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. വുഡ് വാസ് ഓൾസോ യൂസ്ഡ് ടു മേക്ക്, ഈ വുഡ് എന്തിനാണ് അവർക്ക്? വുഡ് ഫയർ വുഡായിട്ട് യൂസ് ചെയ്യുന്നു. വുഡ് വാസ് ഓൾസോ യൂസ്ഡ് ടു മേക്ക് ഹട്ട്സ് ആൻഡ് ടൂൾസ്. ഹിയർ 2 pictures are given. Look at the 2 pictures. Stone tools may have been used for, first one, digging the ground to collect edible roots. ഭൂമിക്കടിയിലേക്ക് കിട്ടപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ളവ എടുക്കാനായിട്ട് ഗ്രൗണ്ട് ഡിഗ് ചെയ്യുന്നതിനുള്ള കൂർത്തിരിക്കുന്ന സ്റ്റോൺ ടൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ആനിമൽ സ്കിന്ന് അവർക്ക് വസ്ത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഉപയോഗിക്കുന്നതിനുള്ള ചെറിയ ഒരു സ്റ്റോൺ ടൂളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് ദ ടൂൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ഈ പിക്ചറിൽ നമുക്ക് റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാം. അപ്പം ഇവിടെ നോക്കിയേ, ഭീംബെട്ക, ഹൻസ്ജി ആൻഡ് കുർണൂൽ കേവ്സ്. ദിസ് ഈസ് ഇൻ മധ്യപ്രദേശ്, ദിസ് ഈസ് ഇൻ കർണാടക നിയർ കൃഷ്ണ റിവർ, കുർണൂൽ കേവ്സ് ഇൻ ആന്ധ്ര. ഈ പ്ലേസസിനെ നമ്മൾ സൈറ്റ്സ് എന്നാണ് പറയുന്നത്. സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ താമസിക്കാൻ അന്നത്തെ കാലത്ത് ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയിട്ട് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ എവിടെയാണോ താമസിച്ചിരുന്നത് ആ സ്ഥലങ്ങളെയാണ് അവർ സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി സൈറ്റുകളിൽ ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ് പോകാം. അവിടെ തന്നെ ഒരു ടൂൾസും ഉണ്ടാക്കുവാണെങ്കിൽ അത് ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്. അപ്പോൾ വാട്ട് ഈസ് എ സൈറ്റ്? സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാം. അപ്പോൾ ഹണ്ടർ ഗാദേഴ്സ് താമസിക്കുന്ന 3 പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള സൈറ്റുകളാണ് ഭീംബെട്ക ഓഫ് മധ്യപ്രദേശ്, Hansji of Karnataka, and Kurnool caves of Andhra Pradesh. Then what is a site? Explain the term site. It is used for those places from where archaeologists have found evidence of hunter-gatherers. അപ്പം സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is a site? It is used for those places from archaeologists have found evidence of hunter-gathersനെ കുറിച്ചുള്ള എവിഡൻസ് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ സൈറ്റുകൾ. മെനി സൈറ്റ്സ് വേർ ലൊക്കേറ്റഡ് നിയർ ദ സോഴ്സസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഒന്നുകിൽ റിവേഴ്സ് ആവാം, ലേക്സ് ആവാം. ഈ സോഴ്സസ് ഓഫ് വാട്ടറിനനുസരിച്ചാണ് അവർ സൈറ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള ഹണ്ടർ ഗ്യാദേഴ്സ് താമസിച്ചിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സൈറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ് കോണ്ടിൻ്റെ ആ പിക്ചർ നന്നായിട്ടൊന്ന് നോക്കുക. ഇപ്പം നമ്മൾ ഭീംബെട്ക എന്ന് പറഞ്ഞ സൈറ്റ് കണ്ടു, ഹാൻസജി എന്ന് പറഞ്ഞ സൈറ്റ് കണ്ടു, കുർണൂൽ കേവ്സ് എന്നുള്ള സൈറ്റുകളുണ്ട്. ഇനിയും കുറേ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് എന്താണെന്ന് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ട്. ഇതാ ഭീംബെട്ക എന്ന് പറയുന്ന സൈറ്റാണ്. ഇവിടെ കേവ്സ് ആണ്. കേവ്സിലായിരുന്നു അന്നത്തെ കാലത്ത് മനുഷ്യർ താമസിച്ചത്. മധ്യപ്രദേശിലെ ഒരു
പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇന്ന്. ആൾക്കാർ മധ്യപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വിപുലമായ രീതിയിൽ ആൾക്കാർക്ക് ഇത് വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഒരുക്കിയിരിക്കുന്നത്. ഭീംബേട്ക ഇൻ പ്രസൻറ്റ് ഡേ മധ്യപ്രദേശ്. ദിസ് ഈസ് എൻ ഓൾഡ് സൈറ്റ് വിത്ത് കേവ്സ് ആൻഡ് റോക്ക് ഷെൽട്ടേഴ്സ്. പീപ്പിൾ chose these natural caves because they provided shelter from rain, heat and wind. എന്തുകൊണ്ടായിരിക്കാം കേവ് ഷെൽട്ടേഴ്സ് അന്നത്തെ കാലത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്നത്? അതിനുള്ള കാരണം പറയുന്നത് they provided, these caves provided what? Shelter from rain, heat and wind. These rock shelters are close to the Narmada Valley. ഈ നർമ്മദ റിവറിനോട് തീരത്ത് കിടക്കുന്നതാണ് ഏത്? ഈ പറയുന്ന ഭീംബേട്ക എന്ന് പറയുന്ന സൈറ്റ്. As a stone tools were important, people tried to find places where good quality stone was easily available. നമ്മൾ നേരത്തെ സ്റ്റോൺ ടൂൾസിൻ്റെ കാര്യം പറഞ്ഞു ടൂൾസ് പല കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നത്. ഏറ്റവും ഫൈനായിട്ടുള്ള ടൂൾസ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് അവർ സ്റ്റോൺ കളക്ട് ചെയ്തത്. ഇവിടെ ഈ ഭീംബേട്ക എന്ന് പറയുന്ന കേവ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള പിക്ചേഴ്സിൻ്റെ പടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റോക്ക് പെയിൻറ്റിങ്സ് ആൻഡ് വാട്ട് ദേ ടെൽ us. A painting from a rock shelter describe the painting. Many of the caves in which these early people lived have paintings on the walls. Some of the best examples are from Madhya Pradesh and southern Uttar Pradesh. These paintings show wild animals drawn with great accuracy and skill. ഇപ്പോൾ ഈ കേവ്സിൽ നിന്ന് ഇപ്പം മധ്യപ്രദേശിലുള്ള കേവ്സിലായാലും ഉത്തർപ്രദേശിൽ നിന്നുള്ള കേവ്സിലായാലും അവർക്ക് ധാരാളം പിക്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ പിക്ചേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്താണ്? ഗ്രേറ്റ് ആക്യുറസി ആൻഡ് സ്കിൽ. അത് വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യതയോടുകൂടിയും നല്ല സ്കില്ലോടുകൂടിയാണ്. അത് കൃത്യമായിട്ട് ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ പെയിൻറ്റിങ്ങിലൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. സൈറ്റ്സ് ആർ പ്ലേസസ് where the remains of things, tools, pots, buildings, etc. were found. These were made, used and left behind by people. These may be found on the surface of the earth, buried under the earth, or sometimes even underwater. You will learn more about different sites in later chapters. സൈറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആർക്കിയോളജിസ്റ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ഒന്നുകിൽ ഭൂമിയുടെ ഉപരിതലത്തിലാവാം, ഭൂമിക്കകത്താകാം, വെള്ളത്തിനടിയിലാവാം, അങ്ങനെ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ്, പോട്ട്സ്, ബിൽഡിങ്സ്, പണ്ട് കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി ആ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ സൈറ്റുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഫയർ. ഫയർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ഫയർ. ഫൈൻഡ് ദ കുർണൂൽ കേവ്സ് ഓൺ ദ മാപ്പ് ടു. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ആന്ധ്രാപ്രദേശിലാണ് കുർണൂൽ കേവ്സ് എന്ന് കണ്ടു കഴിഞ്ഞു. ട്രേസസ് ഓഫ് ആഷ് ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. ദിസ് സജസ്റ്റ് ദാറ്റ് പീപ്പിൾ വെയർ ഫെമിലിയർ വിത്ത് ദ യൂസ് ഓഫ് ഫയർ. ഇപ്പോൾ കുർണൂൽ കേവ്സിൽ നിന്ന് ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ളത് എന്ത് കാര്യമാണ്? ട്രേസസ് ഓഫ് ആഷ് ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. ദിസ് സജസ്റ്റ് ദാറ്റ് പീപ്പിൾ വെയർ ഫെമിലിയർ വിത്ത് ദ യൂസ് ഓഫ് ഫയർ. Fire could have been used for many things, as a source of light, to roast meat and to scare away animals. അല്ലേ, സ്കെയർ അവേ ആനിമൽസിനാവാം, ഒന്നുകിൽ ആനിമൽസിനെ ഓടിക്കാനാവാം, അല്ലെങ്കിൽ മീറ്റ് കുക്ക് ചെയ്യാനാവാം, അല്ലെങ്കിൽ രാത്രിയിൽ അവർക്കൊരു സോഴ്സ് ഓഫ് ലൈറ്റിന് വേണ്ടിയിട്ടാവാം. പിന്നെയുണ്ട് കോൾഡ് സീസണിലൊക്കെ ആണെങ്കിൽ അവർക്ക് വാംത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവർ ഫയർ യൂസ് ചെയ്തിരിക്കും. വാട്ട് ഡു വി യൂസ് ഫയർ ടുഡേ? ഇന്ന് നമ്മൾ ഫയർ എന്തിന് യൂസ് ചെയ്യുന്നു? കുക്കിങ്ങിന്, പൂജാസിന്, സെവറൽ ഇൻഡസ്ട്രിയൽ പർപ്പസസിനൊക്കെ നമ്മൾ ഫയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അന്നത്തെ പ്രാചീന ശിലായുഗത്തിലെ ഹണ്ടർ ഗ്യാതേഴ്സ് ആയിട്ടുള്ള മനുഷ്യർ ഫയർ യൂസ് ചെയ്തതിനുള്ള തെളിവ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? കുർണൂൽ കേവ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വി പാസ് ഓൺ ടു നെയിംസ് ആൻഡ് ഡേയ്സ്. അപ്പോൾ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, അതായത് പ്രാചീന ശിലായുഗം. എന്താണ് ഈ പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു 2 million yearsന് മുമ്പാണ് ഹണ്ടർ ഗ്യാതേഴ്സ് ജീവിച്ചിരുന്നത് നമ്മുടെ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞത്. ആർക്കിയോളജിസ്റ്റ് ഹാവ് ഗിവൺ ലെങ്തി നെയിംസ് ഫോർ ദ ടൈം ദറ്റ് വി ആർ സ്റ്റഡിങ്. ദേ കോൾ ദ ഏർലിയസ്റ്റ് പീരീഡ് ആസ് പാലിയോലിത്തിക്. പാലിയോലിത്തിക്കിൻ്റെ മലയാളമാണ് പ്രാചീന ശിലായുഗം. This comes from 2 Greek words, paleo meaning old and lithos meaning stone. അതായത് ഓൾഡ് സ്റ്റോൺ, അതാണ് ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. The name points to the importance of finds of stone tools. The Paleolithic period extends from 2 million years to about
12,000 years ago. അതായത് 2 മില്യൺ വർഷങ്ങൾക്കുള്ളിലും വർഷങ്ങൾക്ക് തൊട്ട് 12,000 വർഷങ്ങൾക്കിടയിൽ കിടക്കുന്ന ടൈമിനെയാണ് നമ്മൾ പ്രാചീന ശിലായുഗം. സബ് കോണ്ടിനെന്റിൽ ആദ്യമായിട്ട് മനുഷ്യരെ കണ്ടെത്തി അവരെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന കാലഘട്ടം 2 മില്യൺ ഇയേഴ്സിനും 12,000 ഇയേഴ്സിനും ഇടയിലുള്ള കാലഘട്ടം. അതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ലോവർ, മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക്. ലോവർ, മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക് പീരീഡ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദിസ് ലോങ് സ്പാൻ ഓഫ് ടൈം കവേഴ്സ് 99% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. അപ്പം 2 മില്യൺ ഇയേഴ്സ് മുതൽ 12,000 ഇയേഴ്സ് വരെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യൻ്റെ ചരിത്രം, ഭൂരിഭാഗ ചരിത്രം 99% ഓഫ് ഹിസ്റ്ററി ഓഫ് മാൻ ലെയ്ഡ്. ഒരു 99% ഓഫ് ഹിസ്റ്ററിയും നമ്മൾ കണ്ടെത്തുന്നത് ഈ കാലഘട്ടത്തിലാണ്. The period when we find environmental changes beginning about 12,000 years ago till about 10,000 years ago is called Mesolithic. അപ്പം ഇവിടെ നമ്മൾ ആദ്യമേ കണ്ടു 2 മില്യൺ ഇയേഴ്സിനും 12,000 വർഷങ്ങൾക്കും ഇടയിലുള്ള പീരീഡിനെയാണ് നമ്മൾ പാലിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ഇനിയും അതിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചു: ലോവർ, മിഡിൽ ആൻഡ് അപ്പർ. ഇനി ഇവിടെ പറയുകയാണ് ദ പീരീഡ് വെൻ വി ഫൈൻഡ് എൻവയൺമെൻറ്റൽ ചേഞ്ചസ് ബിഗിനിങ് അബൌട്ട് 12,000 ഇയേഴ്സ് എഗോ ടിൽ അബൌട്ട് 10,000 ഇയേഴ്സ് എഗോ ഈസ് കോൾഡ് മെസോലിത്തിക്. അപ്പോൾ ഫസ്റ്റ് കാലഘട്ടം 2 മില്യൺ മുതൽ 12,000 വരെയുള്ള വർഷത്തിൻ്റെ ഇടയിൽ പാലിയോലിത്തിക് എന്ന് പറയുന്നതാണ് ലോവർ പീരീഡ്. ഇനി അടുത്ത പീരീഡ് എന്ന് പറയുന്നത് 12,000 വർഷം മുതൽ 10,000 വർഷത്തിനിടയിലുള്ള കാലഘട്ടത്തിന് നമ്മൾ മെസോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് കാലാവസ്ഥയിൽ വളരെയേറെ എൻവയൺമെൻറ്റൽ ചേഞ്ചസ്, കാലാവസ്ഥയിൽ വളരെയേറെ മാറ്റങ്ങൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. Stone tools found during this period are generally tiny and are called microliths. Microliths were probably stuck onto handles of bone or wood to make tools such as saws and sickles. At the same time, other older varieties of tools continued to be in use. ഈ മൈക്രോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകരണങ്ങൾ അതിൻ്റെ പിടികളോടുകൂടി ഹാൻഡ്സോട് കൂടിയുള്ളതിനെയാണ് അതിനെ മൈക്രോലിത്സ് വെർ പ്രോബബ്ലി സ്റ്റക്ക് ടു ദ ഹാൻഡിൽസ് ഉള്ള ടൂളുകൾ മനുഷ്യന് ഉപയോഗിക്കാൻ തുടങ്ങിയൊരു കാലഘട്ടമാണ് ഏത്? മെസോലിത്തിക് പീരീഡ്. അതായത് 12,000 വർഷം മുതൽ 10,000 വർഷം വരെ. ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് അബൌട്ട് 10,000 ഇയേഴ്സ് എഗോ. അപ്പം നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത് 10,000 ഇയേഴ്സിന് മുമ്പുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ശേഷമുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ 2 മില്യൺ വർഷം മുതൽ 12,000 വർഷം വരെയുള്ള കാലഘട്ടത്തിന് പാലിയോലിത്തിക്. പിന്നെ 3ആയിട്ട് ലോവർ, മിഡിൽ ആൻഡ് അപ്പർ. ഇനി 12,000 വർഷം മുതൽ 10,000 വർഷം ഇടയ്ക്കുള്ള കാലഘട്ടത്തിനെ നമ്മൾ എന്ത് പേര് പറയുന്നു? മെസോലിത്തിക് എന്ന് പറയുന്നത്. ഇനി 10,000 ശേഷമുള്ള കാലഘട്ടത്തിന് നമ്മൾ നിയോലിത്തിക് എന്ന് പറയുന്നത്. വി ഹാവ് ഓൾസോ മെൻഷൻ ദ നെയിംസ് ഓഫ് സം പ്ലേസസ്. യു വിൽ ഫൈൻഡ് ദ നെയിംസ് ഓഫ് മെനി മോർ പ്ലേസസ് ലേറ്റർ. വെരി ഓഫൺ വി യൂസ് പ്രസൻറ്റ് ഡേ നെയിംസ് ഓഫ് ദ പ്ലേസസ് വെയർ പീപ്പിൾ ലീവ്ഡ് ഇൻ ദ പാസ്റ്റ് ബിക്കോസ് വി ഡു നോട്ട് നോ വാട്ട് ദേ കോൾഡ് ദം. അപ്പം നമുക്ക് ഈ ആർക്കിയോളജിസ്റ്റ് എക്സ്കവേറ്റ് ചെയ്ത ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു പഠനമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 15th ചാപ്റ്റർ പേജ് കഴിഞ്ഞ് നെക്സ്റ്റ് പേജ് 16th പേജ് നമ്പർ 16 എ ചേഞ്ചിങ് എൻവയൺമെൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെസോലിത്തിക് പീരീഡിൽ ഒരു എൻവയൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടായി. അത് 12,000 വർഷത്തിനും 10,000 വർഷത്തിനും ഇടയിലാണ് ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടായത്. അത് ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടായതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം എന്തിനെ ബാധിച്ചു? നമ്മുടെ പരിസ്ഥിതിയെയും ബാധിച്ചു. ആ ചേഞ്ച് എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എ ചേഞ്ചിങ് എൻവയൺമെൻറ്റ്. Around 12,000 years ago, there were major changes in the climate of the world, with a shift to relatively warm conditions. In many areas, this led to the development of grasslands. This in turn led to an increase in the number of deer, antelope, goat, sheep and cattle, these animals that survived on grass. ഇവിടെ നമ്മൾ പറയുന്നത് 12,000 വർഷം മുതൽ 10,000 വർഷം വരെയുള്ള കാലഘട്ടത്തിൽ കാലാവസ്ഥയിലുള്ള വ്യതിയാനം മൂലം എൻവയൺമെൻറ്റൽ ചേഞ്ച്. അപ്പോൾ ഒരു മോഡറേറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവുകയും ഗ്രാസ് ലാൻഡ്സ് രൂപപ്പെടുകയും ഗ്രാസ് ലാൻഡ്സുമായിട്ട് ബന്ധപ്പെടുന്ന ആനിമൽസ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഗ്രാസ് ലാൻഡ്സുമായി ബന്ധപ്പെട്ട ആനിമൽസിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഡിയർ, ആൻഡലോപ്പ്, ഗോട്ട്, ഷീപ്പ് ആൻഡ് കാറ്റ്. അപ്പം 12,000 ഇയേഴ്സ് മുതൽ 10,000 ഇയേഴ്സ് വരെ ഉണ്ടായ എൻവയൺമെൻറ്റൽ ചേഞ്ചസിൻ്റെ റിസൾട്ട് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാസ് ലാൻഡ്സ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാസ് ലാൻഡ്സ് കൊണ്ടുണ്ടായത് എന്താണ്? ലെഡ് ടു ആൻ ഇൻക്രീസ് ഓഫ് എ നമ്പർ ഓഫ് ഡിയർ, ആൻഡലോപ്പ്, ഗോട്ട്, ഷീപ്പ് ആൻഡ്
cattle. Those who hunted these animals now followed them, learning about their food habits and their breeding seasons. It is likely that this helped people to start thinking about herding and rearing these animals themselves. Fishing also became important. അപ്പം ഈ കാലഘട്ടത്തിൽ ഗ്രാസ് ലാൻഡ്സ് രൂപപ്പെടുകയും കൂടുതൽ ആനിമൽസ് ഗ്രാസുമായിട്ട് ഈ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തപ്പെട്ടു. ലേറ്റർ പീപ്പിൾ ട്രൈഡ് ടു ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ് ലൈക്ക് ദിസ് കാറ്റിൽ, ഷീപ്പ്, ഗോട്ട് ഇങ്ങനെയുള്ളവയെ കൂടുതലായിട്ട് വളർത്താനും അവയെ ബ്രീഡ് ചെയ്യാനുമായിട്ട് ജനങ്ങൾ തുടങ്ങി. ഇനി ദ ബിഗിനിങ് ഓഫ് ദ ഫാമിംഗ് ആൻഡ് ഹേർഡിങ്. അപ്പോൾ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടായി, അപ്പോൾ എൻവയൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടായി, മോഡറേറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വന്നു, ഗ്രാസ് ലാൻഡ്സ് ഉണ്ടായി. ഗ്രാസ് ലാൻഡ്സിൻ്റെ റിസൾട്ട് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഗ്രാസ് ഈറ്റിംഗ് animals. So people began to domesticate animals. How they began to domesticate animals? The beginning of farming and herding. The beginning of farming and herding. This was also a time when several grain-bearing grasses, including wheat, barley, and rice, grew naturally in different parts of the subcontinent. Men and women and children probably collected these grains as food and learned where they grew and when they ripened. ബിഗിനിങ് ഓഫ് ഫാമിംഗ് ആൻഡ് ഹേർഡിങ്ങിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഇവിടെ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടായി, ഗ്രാസ് ലാൻഡ്സ് ഉണ്ടായി. ഗ്രാസ് ലാൻഡ്സിൻ്റെ ലെഡ് ടു ആൻ ഇൻക്രീസ് ഓഫ് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. ദെൻ വാട്ട് ഹാപ്പൻഡ്? ദിസ് വാസ് ഓൾസോ ദ ടൈം വെൻ സെവറൽ grain bearing grasses including wheat, barley and rice grew naturally in different parts. അപ്പം വീറ്റ്, ബാർലി, റൈസ് എന്നിങ്ങനെയുള്ള ഗ്രാസസ് വളരെ സബ് കോണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരാനായിട്ട് തുടങ്ങി. മെൻ ആൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ പ്രോബബ്ലി കളക്റ്റഡ് ദീസ് ഗ്രെയിൻസ് എസ് ഫുഡ്. അവർ ഭക്ഷ്യയോഗ്യമായതുകൊണ്ട് അവ കളക്ട് ചെയ്യാനും, ലേൺഡ് വേർ ദേ ഗ്രോ, ഏത് സ്ഥലത്ത് അവ വളരുന്നു, ആൻഡ് വെൻ ദേ റൈപ്പൻ, ഏത് കാലഘട്ടത്തിൽ അത് വിളഞ്ഞ പാകമാകുന്നു. This may have led them to think about growing plants on their own. In this way, people became farmers. ഇങ്ങനെയാണ് കർഷക വൃത്തിയിലേക്ക് ജനങ്ങൾ തിരിയുന്നത്. അപ്പം ജനങ്ങൾ എന്താണ് കർഷക വൃത്തിയിലേക്ക് തിരിയാനുള്ള കാരണം? വൈ? ബിക്കോസ് പീപ്പിൾ ഫൗണ്ട് ദ ഗ്രാസസ് ഇൻക്ലൂഡിങ് വീറ്റ്, ബാർലി ആൻഡ് റൈസ്. വീറ്റ്, ബാർലി ആൻഡ് റൈസ് ആർ എഡിബിൾ. അപ്പോൾ ഇത് ഈറ്റബിൾ ആണെന്ന് അവർ മനസ്സിലാക്കുകയും അവരത് കളക്ട് ചെയ്യുകയും അതിൻ്റെ റൈപ്പണിങ് സീസൺ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പീപ്പിൾ സ്റ്റാർട്ടഡ് ഗ്രോയിങ് പ്ലാന്റ്സ് ഓഫ് ദെയർ ഓൺ ആൻഡ് ഗ്രാജുവലി ദേ ബിക്കെയിം ഫാമേഴ്സ്. അപ്പം ഈ വീറ്റ്, ബാർലി, റൈസ് ഈ 3 ഗ്രാസുകൾ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണ് പീപ്പിൾ സ്റ്റാർട്ടഡ് ഗ്രോയിങ് പ്ലാന്റ്സ് ഓഫ് ദെയർ ഓൺ ആൻഡ് ഗ്രാജുവലി ദേ ബിക്കെയിം ഫാമേഴ്സ്. അതാണ് ഒരു ഫാമിംഗ് സ്റ്റേജിൻ്റെ ബിഗിനിങ്. ഇനിയും ഹേർഡിങ് സ്റ്റേജ് ആൻഡ് റെയറിങ് ആനിമൽസ് എങ്ങനെയാണ്? People could also attract and then tame animals by leaving food for them near their shelters. അപ്പം ഈ ഹണ്ടർ ഗ്യാദേഴ്സ് ജീവിക്കുന്നതിന് സമീപമായിട്ട് മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ അവർ വെക്കാനായിട്ട് തുടങ്ങി. ദ ഫസ്റ്റ് ആനിമൽ ടു ബി ടേംഡ് വാസ് എ വൈൽഡ് ആൻസിസ്റ്റർ ഓഫ് ദ ഡോഗ്. നമുക്കറിയാം ഡോഗാണ് ഫസ്റ്റ് ടേംഡ് ആനിമൽ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലേറ്റർ പീപ്പിൾ എൻകറേജ്ഡ് ആനിമൽസ് ദാറ്റ് വർ റിലേറ്റീവ്ലി ജെൻറ്റിൽ ടു കം നിയർ ദ ക്യാമ്പ്സ് വേർ ദേ ലീവ്ഡ്. പിന്നീട് ജനങ്ങൾ എൻകറേജ് ചെയ്ത ആനിമൽസ് ഏതൊക്കെയാണ്? അവർ ടെൻഡ് ചെയ്ത ആനിമൽസ് ഏതൊക്കെയാണ്? ജെൻറ്റിലായിട്ടുള്ള ആനിമൽ, ജനങ്ങളോട് കൂടുതൽ ഇടപഴകാൻ കഴിയുന്ന ജെൻറ്റിലായിട്ടുള്ള ആക്രമവാസന ഇല്ലാത്ത ആനിമൽസിനെ അവർ ടെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ദീസ് ആനിമൽസ് സച്ച് ആസ് ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ ആൻഡ് ഓൾസോ പിഗ് ലീവ്ഡ് ഇൻ ഹേർഡ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം എയ്റ്റ് ഗ്രാസ്. അപ്പോൾ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിനെയാണ് കൂടുതലും ജനങ്ങൾ ടെൻഡ് ചെയ്ത് ടൈം ചെയ്ത് തുടങ്ങിയത്. ഓഫൺ പീപ്പിൾ പ്രൊട്ടക്റ്റഡ് ദീസ് ആനിമൽസ് ഫ്രം അറ്റാക്സ് by other wild animals. This is how they became herders. എങ്ങനെയാണ് ഒരു ഹേർഡേഴ്സായിട്ട് മാറിയത്? ജെൻറ്റിലായിട്ടുള്ള ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിനെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വൈൽഡ് ആനിമൽസിന് അവയെ സംരക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്തത്. they become herders too by domesticating grass eating animals.
Can you think of any reasons why dog was perhaps the first animal to be tamed? എന്തായിരിക്കും ഡോഗിനെ അവർ ഫസ്റ്റ് ആനിമൽ ടൈം ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഡോഗ് ഒന്നാമതൊരു സ്മോളർ ആനിമലാണ്, ഈസിലി നമുക്കതിനെ ഇണക്കിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല മറ്റേതൊരു ആനിമലിനെ വെച്ച് നോക്കുമ്പോഴും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആനിമൽ ഡോഗാണ്. അപ്പം സ്മോളർ ആനിമലാണ്, ഈസിലി കെപ്റ്റാണ്, ഇൻ്റലിജൻറ്റ് വൺ വെൻ കമ്പയർഡ് വിത്ത് അതർ ആനിമൽസ്. ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് നോക്കിയപ്പോൾ ഇവിടെ 2 ടീത്താണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വൈൽഡ് ആനിമൽസിൻ്റെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആനിമൽസിൻ്റെയും ടീത്താണ്. വൈൽഡ് ആനിമൽസ് ആകുമ്പം അതിൻ്റെ ടീത്ത് കുറച്ചുകൂടി ഷാർപ്പനും ലാർജറും ആയിരിക്കും. ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിൻ്റെ ടീത്ത് കുറച്ചുകൂടി ഷോർട്ടും ഷാർപ്പൻ കുറവുള്ളതും ആയിരിക്കാം. Domestication is the name given to the process in which people grow plants and look after animals. Very often, plants and animals that are tended by people become different from wild plants and animals. This is because people select plants and animals for domestication. For example, they select those plants and animals that are not prone to disease. അപ്പം എങ്ങനെയുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെയാണ് ജനങ്ങൾ അണ്ടർ ഗ്യാദർ സെലക്ട് ചെയ്തത്? നോട്ട് പ്രോൺ ടു ഡിസീസ്, പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കാത്ത പ്ലാന്റ്സും നെയും ആനിമൽസിനെ അവർ സെലക്ട് ചെയ്തു. ദേ ഓൾസോ സെലക്ട് പ്ലാൻ ദറ്റ് ഈൽഡ് ലാർജ് സൈസ് ഗ്രെയിൻ ആൻഡ് ഹാവ് സ്ട്രോങ് സ്റ്റോക്സ് കേപ്പബിൾ ഓഫ് ബെയറിംഗ് ദ വെയ്റ്റ് ഓഫ് ദ റൈപ്പ് ഗ്രെയിൻ. ഇനി ഏത് തരത്തിലുള്ള പ്ലാന്റ്സിനെ അവർ സെലക്ട് ചെയ്തു? ഈൽഡ് ലാർജ് സൈസ്, വലിയ ഗ്രെയിൻസ് തരുന്ന ചെടികളെയും ആൻഡ് സ്ട്രോങ് ടോങ്, നല്ല തണ്ടുകൾ, അതിൻ്റെ തണ്ടുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. എന്തിനെ? കേപ്പബിൾ ഓഫ് ബെയറിംഗ് ദ വെയ്റ്റ് ഓഫ് ദ റൈപ്പ് ഗ്രെയിൻ. Seeds from selected plants are preserved and sown to ensure that new plants will have the same quality. അവർ ഇതിൽ നിന്ന് ലഭ്യമാകുന്ന സീഡുകൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഇതേപോലെയുള്ള ചെടികൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സാപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പ്രിസർവ് ചെയ്തു. Among us animals, those that are relatively gentle are selected for breeding. ഇനിയും നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു അല്ലേ, ഹേർഡിങ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ജെൻറ്റിലായിട്ടുള്ള ആനിമൽസിനെയായിരുന്നു അവർ സെലക്ട് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ഗ്രാജുവലി ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ബിക്കം ഡിഫറെൻറ്റ് ഫ്രം വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഫോർ എക്സാമ്പിൾ, the teeth and the horns of wild animals are usually much larger than those of the domesticated animals. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൻ്റെ ടീത്ത് ലാർജർ അല്ല, എന്നാൽ വൈൽഡ് ആനിമൽസിൻ്റെ ടീത്ത് ലാർജർ ആയിരിക്കും. എ ന്യൂ വേ ഓഫ് ലൈഫ്. ഇനി ഹണ്ടർ ഗ്യാദേഴ്സിൻ്റെ ജീവിതത്തിൽ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കണ്ടു അവർ ഒരു ഫാമിംഗ് ആൻഡ് ഹേർഡിങ് തുടങ്ങാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് അവർ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും സെലക്ട് ചെയ്തതെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ചേഞ്ചസ് അവരുടെ ലൈഫിൽ എന്ത് വ്യതിയാനമാണ്, എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എ ന്യൂ വേ ഓഫ് ലൈഫ്. ഇഫ് യു പ്ലാന്റ് എ സീഡ്, you will notice that it takes some time to grow. This may be for several days, weeks, months and in some cases years. നമുക്കറിയാം ഒരു മരം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു മാവ്, ഒരു മാംഗോ അതിലുണ്ടാവാൻ 3-4 വർഷം. ഒരു കോക്കനട്ടിൻ്റെ ഒരു തെങ്ങ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ കോക്കനട്ട് ഉണ്ടാവാൻ വർഷങ്ങളെടുത്തെന്നിരിക്കും. എന്നാൽ നമ്മളൊരു പയറ് ചെടി നട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആഴ്ചകളെ വേണ്ടി വരത്തുള്ളൂ. അതുപോലെ നമ്മളെ ചീര, ഇങ്ങനെയുള്ളതൊക്കെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം മതിയാകും അതിന് ഫ്രൂട്ട്സ് അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകാനായിട്ട്. When people began growing plants, it meant that they had to stay in the same place for a long time, looking after the plants, watering, weeding, driving away animals and birds till the grain ripened. And then the grain had to be used carefully. അപ്പം ജനങ്ങളിലുണ്ടായ വ്യത്യാസം എന്താണ്? അവർ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി എത്ര കാലഘട്ടം അവർ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്താൽ മാത്രമേ ഈ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അവർ കുറേയേറെ കാലം ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ഹണ്ടർ ഗ്യാദേഴ്സ് തുടങ്ങി. They had എന്ന് വെച്ചാൽ who had, hunter gatherers had to stay in the same place for long time, looking after the plants, watering, weeding എന്ന് വെച്ചാൽ നല്ല കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുക, driving away animals and birds till the grain ripened. ആ ഗ്രെയിന് അത് വിളഞ്ഞ പാകമായി യൂസബിൾ എഡിബിൾ ആകുന്ന കാലം വരെ അവർ ഒരു സ്ഥലത്ത് തന്നെ
താമസിക്കാനായിട്ട് ഹണ്ടർ ഗ്യാദേഴ്സ് തുടങ്ങി. ആൻഡ് ദെൻ ദ ഗ്രെയിൻ ഹാഡ് ടു ബി യൂസ്ഡ് കെയർഫുൾ. പിന്നീട് അവർ ആ ഗ്രെയിൻസ് കൃത്യമായി യൂസ്ഫുൾ ആയിട്ട് മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആസ് ഗ്രെയിൻ ഹാഡ് ടു ബി സ്റ്റോർഡ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് സീഡ്, people had to think of ways of storing it. In many areas, they began making large clay pots or wool baskets or dug pits into the ground. അപ്പം ഈ മനുഷ്യർ അവർ കൃഷിയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ലഭ്യമാകാനായിട്ട്, പ്രൊഡ്യൂസ് ലഭ്യമാകാനായിട്ട് തുടങ്ങി അല്ലേ, ഇനി ഗ്രെയിൻസ് ലഭ്യം. അപ്പോൾ അവരത് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നോക്കി. അപ്പോൾ സ്റ്റോർ ചെയ്യാനായിട്ട് അവർ ക്ലേ പോട്ട്സ് ഉണ്ടാക്കി, അല്ലെങ്കിൽ വൂ ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കി, ഓർ ഡഗ് പിറ്റ്സ് ഇൻ ദ ഗ്രൗണ്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് അവർ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്തത്. ഡു യു തിങ്ക് ഹണ്ടർ ഗ്യാദേഴ്സ് വുഡ് ഹാവ് മെയ്ഡ് ആൻഡ് യൂസ്ഡ് പോട്ട്സ്? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് മെസോലിത്തിക് കാലഘട്ടത്തിലെ ജനങ്ങളെക്കുറിച്ചാണ്. പ്രാചീന ശിലായുഗത്തിലെ ആദ്യകാല കാലഘട്ടത്തിലുള്ള ഹണ്ടർ ഗ്യാദേഴ്സ് ഒരിക്കലും ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയില്ല, ഹേർഡിങ് ചെയ്യാനായിട്ട് തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റോക്കിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല. സോ നോ, ബിക്കോസ് ദേ വേർ ഫുഡ് ഗ്യാദറേഴ്സ് നോട്ട് പ്രൊഡ്യൂസേഴ്സ്. അവർ ഫുഡ് ഗ്യാദറേഴ്സ് മാത്രമായിരുന്നു. വീണ്ടും വീണ്ടും ഗ്രെയിൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാമിംഗ് ടെക്നിക്കിലേക്ക് ആ കാലഘട്ടത്തിലെ ഹണ്ടർ ഗ്യാദേഴ്സ് പോയിരുന്നിട്ടില്ല. ഇനി സ്റ്റോറിങ് ആനിമൽസിനെ അവർ റെയർ ചെയ്യുന്നു, ഹേർഡ് ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സ്റ്റോറിങ് ആനിമൽസ് മൾട്ടിപ്ലൈ നാച്ചുറലി ബിസൈഡ്സ് ഇഫ് ദേ ആർ ലുക്ക്ഡ് ആഫ്റ്റർ കെയർഫുള്ളി. They provide milk, which is an important source of food and meat whenever required. In other words, animals that are reared can be used as a store of food. എന്തുകൊണ്ടാണ് ഇതിനെ സ്റ്റോറിങ് ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞത്? ആനിമൽസ് പ്രൊവൈഡ് മിൽക്ക് ആൻഡ് മീറ്റ്. Animals provide milk and meat, so animals that are reared can be യൂസ്ഡ് ആസ് എ സ്റ്റോർ ഓഫ് ഫുഡ്. ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള മിൽക്കും മീറ്റും കൊടുക്കുന്ന ഒരു സോഴ്സ് ഓഫ് ഫുഡാണ് ആനിമൽസ്. സോ സ്റ്റോറിങ് ഓഫ് ആനിമൽസ് മീൻസ് സ്റ്റോറിങ് ദെയർ ഫുഡ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. എപ്പാർട്ട് ഫ്രം ഫുഡ്, വാട്ട് ആർ ദ അതർ തിങ്സ് ദാറ്റ് കുഡ് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അന്നത്തെ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ച് കാണും? അതിൻ്റെ ഹൈഡ്സ് ഉപയോഗിച്ച് കാണും, അതിൻ്റെ ബോൺസ് ഉപയോഗിച്ചാണ്. ഇന്നത്തെ കാലത്തെ ആൾക്കാരോ മിൽക്ക്, എഗ്ഗ്, മീറ്റ്, വൂൾ, ഹൈഡ്സ്, ഇതെല്ലാം തന്നെ ഇന്നത്തെ കാലത്തെ ആൾക്കാരും ആനിമൽസിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഫസ്റ്റ് ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഫാമേഴ്സിനെ നമ്മൾ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹേർഡേഴ്സിനെ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് ഒന്ന് നോക്കേണ്ടി വരും. യു വിൽ നോട്ടീസ് എ നമ്പർ ഓഫ് ബ്ലൂ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന മാപ്പിൽ നമ്മൾ ബ്ലൂ സ്ക്വയേഴ്സിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ബർസോഹാം, മെഹഗ്ര, ചിറൻഡ്, കോൾഡിവ, ഹള്ളൂർ, പയ്യമ്പള്ളി, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് നോക്കിയതുണ്ട്. ഡയോജിലി ഹേഡി, ഇങ്ങനെയുള്ള ബ്ലൂ സ്ക്വയറിൽ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയിട്ടിരിക്കുന്നത്? ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് എവിഡൻസ് ഓഫ് ഏർലി ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ്. അപ്പം ഈ പറയുന്ന ബർസോഹ, മെഹ്റ, ചിറൻഡ്, കോൾഡിവ, മഹഗാര, ഡയോജിലി ഹേഡി, ഹല്ലൂർ, പയ്യമ്പള്ളി, ഈ സ്ക്വയറിൽ ബ്ലൂ സ്ക്വയറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആർക്കിയോളജിസ്റ്റ് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് എവിഡൻസ് ഓഫ് ഏർലി ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ്. ദീസ് ആർ ഫൗണ്ട് ഓൾ ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്. സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ് ആർ ഇൻ ദ നോർത്ത് വെസ്റ്റ്, ഇൻ പ്രസൻറ്റ് ഡേ കാശ്മീർ, ആൻഡ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് ദ സൗത്ത് ഇന്ത്യ. ഇന്ത്യയുടെ സബ് കോണ്ടിനെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫാമേഴ്സിനെയും അതിനെ ഹേർഡേഴ്സിനെയും കണ്ടെത്താനായിട്ട് ആർക്കിയോളജിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. To find out whether these sites were settlements of farmers and herders, scientists study evidence of plants and animal bones. പ്ലാന്റ്സിനെ കുറിച്ചും അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ആനിമൽ ബോൺസും ശാസ്ത്രജ്ഞന്മാർ പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫാമേഴ്സും ഹേർഡേഴ്സും ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിസ്റ്റ് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. One of the most exciting finds includes remains of burned grain. And these may have been burned accidentally or on a purpose. അപ്പോൾ അവിടെ നിന്ന് ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആണ് ബേൺഡ് ഗ്രെയിൻ, അല്ലെങ്കിൽ തീയിൽപ്പെട്ടിട്ടുള്ള ഗ്രെയിനുകൾ, ധാന്യങ്ങൾ.
and a scientist can identify these grains, and so we know that a number of crops were grown in different parts of the subcontinent. They can also identify the bones of different animals. അവിടെ നമ്പർ ഓഫ് ക്രോപ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ഗ്രെയിൻസിൽ നിന്ന് മനസ്സിലായി. പിന്നെ ബോൺസിൽ നിന്ന് ഏത് തരത്തിലുള്ള ആനിമൽസ് ആണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടും സാധിച്ചു. അപ്പം ആർക്കിയോളജിസ്റ്റിൻ്റെ എക്സ്കവേഷനിൽ നിന്ന് ലഭ്യമാകുന്ന എവിഡൻസ് എന്താണ്? ഫാമേഴ്സും ഹേർഡേഴ്സും ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ അവിടെ റിമെയിൻസ് ഓഫ് ബേൺഡ് ഗ്രെയിനിൽ നിന്ന് എ നമ്പർ ഓഫ് ക്രോപ്സ് ഗ്രോൺ എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ബോൺസിൽ നിന്ന് ഡിഫറെൻറ്റ് ആനിമൽസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടും ആർക്കിയോളജിസ്റ്റിന് കഴിഞ്ഞു. ടുവേഴ്സ് എ സെറ്റിൽഡ് ലൈഫ്. അപ്പോൾ ഹണ്ടർ ഗ്യാദേഴ്സ് ആദ്യമേ ഗുഹകളിൽ താമസിച്ചിരുന്നു, പിന്നീട് അവർ ഫാമിംഗ് ആൻഡ് ഹേർഡിങ് തുടങ്ങി, വീണ്ടും അവരൊരു സെറ്റിൽഡ് ലൈഫിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. Towards a settled life. Archaeologists have found traces of huts or houses at some sites. For instance, in Basoham, in present-day Kashmir, people built പിറ്റ് ഹൗസസ്. ഇനി പിറ്റ് ഹൗസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്കടിയിലേക്ക് പോകുന്ന രീതിയിൽ വീടുകൾ കെട്ടിയിട്ടുണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടിയിട്ട്? ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഹൗസുകളെയാണ് നമ്മൾ പിറ്റ് ഹൗസസ് എന്ന് പറയുന്നത്. വിച്ച് were dug into the ground with steps leading into them. These may have provided shelter in cold weather. Archaeologists have also found cooking hearths both inside and outside the huts, which suggest that depending on the weather, people could cook food either indoors or outdoors. ഇവിടെ ബസോഹാം എന്ന് പറയുന്ന കാശ്മീരിലുള്ള ഒരു സൈറ്റ്. ആ സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങൾ പിറ്റ് ഹൗസസിൽ താമസിച്ചിരുന്നതാണ്. പിറ്റ് ഹൗസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന സ്റ്റെപ്സോട് കൂടിയിട്ടുള്ള വീടുകളെയാണ് നമ്മൾ പിറ്റ് ഹൗസസ്. അത് ക്ലൈമാറ്റിക് കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയുള്ള വീടുകൾ. പിന്നീട് പറയുന്നത് കുക്കിംഗ് ഹെർത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇൻസൈഡിലും കണ്ടിട്ടുണ്ട്, ഔട്ട് സൈഡിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിതമായിട്ട് ഒന്നുകിൽ വീടിനകത്ത് വെച്ച് പാചകം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീടിന് പുറത്ത് വെച്ചിട്ട് ആൾക്കാർ പാചകം ചെയ്ത്. അത് എവിടെയാണ് കണ്ടെത്തിയത്? ബർസോഹാം എന്ന് പറയുന്ന പ്രസന്റ്-ഡേ കാശ്മീരിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും സ്റ്റോൺ ടൂൾസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം മെനി സൈറ്റ്സ് ആസ് വെൽ. മെനി ഓഫ് ദീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഏർലിയർ പാലിയോലിത്തിക് ടൂൾസ് ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് നിയോലിത്തിക്. അപ്പോൾ ആദ്യകാലത്ത് കണ്ടെത്തിയിട്ടുള്ള ഹാർഡായിട്ടുള്ള വലിയ സ്റ്റോൺ ടൂൾസിൽ നിന്ന് വെച്ചിട്ട് പിന്നീട് നിയോലിത്തിക് പീരീഡിലേക്ക് വരുമ്പോഴേക്ക് ടൂൾസ് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയുള്ള ടൂൾസായിട്ട് മാറപ്പെടുന്നുണ്ട്. These include tools that were polished to give a fine cutting edge, and mortars and pestles used for grinding grain and other plant produce. അപ്പം 10,000 വർഷത്തിലേക്ക് വരുമ്പോഴേക്ക് 2 മില്യൺ ഇയേഴ്സിൽ നമ്മൾ 10,000 വർഷത്തിലേക്ക് വരുമ്പോഴേ നിയോലിത്തിക് പീരീഡിലേക്ക് വരുമ്പോഴേ ഒരുപാട് മാറ്റങ്ങൾ അവർ ഉപയോഗിക്കുന്ന ടൂൾസിൽ തന്നെ വരുന്നു. അപ്പോൾ ആ ടൂൾസിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? These include tools that were polished to give a fine cutting edge, and mortars and pestles used for grinding grain and other plant produce. Mortars and pestles are used for grinding grain even today. അതായത് അരകല്ല്, ആട്ടുകല്ല് പോലെയുള്ള സാധനത്തിനെയാണ് നമ്മൾ മോട്ടാർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്തും ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. At the same time, tools of the Paleolithic types continued to be made and used, and remember, some tools were also made of bone. ഇവിടെ നമ്മൾ നേരത്തെ പഠിക്കുന്നുണ്ട്, ബോൺ കൊണ്ടും വുഡ് കൊണ്ടും സ്റ്റോൺ കൊണ്ടുമാണല്ലോ ടൂൾസ് അവരുണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ നിയോലിത്തിക് പീരീഡിൻ്റെ ടൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഫൈനായിട്ടുള്ള ടൂൾസ് അവരുപയോഗിച്ചിരുന്നു. എർത്തേൺ പോട്ട്സ് അവരുപയോഗിച്ചിരുന്നു. കുക്കിങ്ങിന് ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ടായിരുന്നു. വീവിങ് ക്ലോത്ത്സിനും തെളിവുകൾ ഉണ്ടായിരുന്നു. Many kinds of earthen pots have also been found. These were sometimes decorated and were used for storing things. People began using pots for cooking food, especially grains like rice, wheat and lentils. Lentils is in the fire, and now became an important part of the ഡയറ്റ്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് നിയോലിത്തിക് പീരീഡിലേക്ക് വരുമ്പോഴേക്കും ആൾക്കാർ നല്ല ഫൈൻ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. എർത്ത് ആൻഡ് പോട്ട്സ് ഫോർ കുക്കിങ്ങിനായിട്ട്, അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഫയറിൻ്റെ യൂസ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ബിസൈഡ്സ് ദേ ബിഗാൻ വീവിങ് ക്ലോത്ത് യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ്. ഫോർ എക്സാമ്പിൾ കോട്ടൺ that could now be grown. അപ്പോൾ കോട്ടൺ പ്ലാന്റ്സും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഏത് പീരീഡിൽ? നിയോലിത്തിക് പീരീഡിൽ. അപ്പോൾ നിയോലിത്തിക് പീരീഡിലെ ഫൈൻഡിങ്സ് എന്താണ്? ടൂൾസ്, ഫൈൻ ടൂൾസ് കണ്ടെത്തി.
എർത്തൻ പോട്ട്സ് കണ്ടെത്തി, കുക്കിംഗ് തുടങ്ങിയിരുന്നു ആൾക്കാർ, ആൻഡ് വീവിങ് ഓഫ് ക്ലോത്ത്സും ആൾക്കാർ തുടങ്ങിയിരുന്നു. അടുത്തായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ പാരഗ്രാഫാണ്. എ ക്ലോസർ ലുക്ക് ലിവിങ് ആൻഡ് ഡൈയിങ് ഇൻ മെഗ്ര. മെഗ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ആ മാപ്പിൽ നമ്മൾ മെഗ്ര എന്ന് പറയുന്ന സ്ഥലമൊന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇന്നത്തെ പാകിസ്ഥാനിലാണ് നമുക്ക് ഈ സ്ഥലം കാണപ്പെടുന്നത്. ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ്. മൊത്തമായിട്ട് വരുമ്പോഴാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. ഇന്ന് മെഗ്ര എന്ന് പറയുന്ന ഈ സൈറ്റ് പാകിസ്ഥാനിലാണ്. നമുക്കിവിടേക്കൊന്ന് നോക്കാം. ദിസ് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഫെർട്ടൈൽ പ്ലെയിൻ നിയർ ദ ബോളൻ പാസ്. ബോളൻ പാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഖൈബർ ആൻഡ് ബോളൻ പാസസ് നമ്മുടെ വെസ്റ്റേൺ സൈഡിലുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള 2 പാസുകളാണ്. അതിലൊരു പാസ്സാണ് ബോളൻ പാസ്, വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂട്ട്സ് ഇൻ ടു ഇറാൻ. മെഗ്ര വാസ് പ്രോബബിളി വൺ ഓഫ് ദ പ്ലേസസ് വെയർ പീപ്പിൾ ലേൺ ടു ഗ്രോ ബാർലി ആൻഡ് വീറ്റ് ആൻഡ് റെയർ ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് ഏരിയ. അപ്പം മെഗ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ എന്താണ് കൃഷി ചെയ്തിരുന്നത്? ബാർലിയും വീറ്റും കൃഷി ചെയ്തിരുന്നു. റെയർ ഷീപ്പ് ആൻഡ് ഗോട്ട്, ഇതാണ് കണ്ടെത്തൽ. അപ്പം മെഗ്രയിലുള്ള 2 പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഏതൊക്കെയാണ്? ഒന്ന്, അവർ ബാർലിയും വീറ്റും കൃഷി ചെയ്തിരുന്നു. രണ്ടാമത് പറയുന്നത് റെയർ ഷീപ്പ് ആൻഡ് ഗോട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് ഏരിയ. It is one of the earliest villages that we know about. At this site, many animal bones were found, bones of wild animals such as deer and pig, and also bones of sheep and goat were found. ഇനി വൈൽഡ് ആനിമൽസിൻ്റെ ബോൺസും അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഡിയർ ആൻഡ് പിഗ്, അതുപോലെ തന്നെ ഷീപ്പ് ആൻഡ് ഗോട്ട്. Other finds at Megra include remains of square of rectangular houses. ഇവിടെ കൊടുത്തിട്ടുണ്ട് rectangular houses. Each house had 4 or more compartments, some of which may have been used for storage. അപ്പം അതിനെ ഓരോരോ കമ്പാർട്ട്മെൻറ്റുകൾ, ഓരോ റൂമുകൾ പോലെ നമുക്കതിനെ തരംതിരിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചിലവ സ്റ്റോറേജുകൾ ആയിരുന്നു. When people die, their relatives and friends generally pay respect to them. ഇനി അവിടെ മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആ മരിക്കപ്പെട്ട വ്യക്തിക്ക് റെസ്പെക്റ്റോടു കൂടിയുള്ള ഒരു ബെറിയലായിരുന്നു നടത്തുന്നത്. പീപ്പിൾ ലുക്ക് ആഫ്റ്റർ ദം പെർഹാപ്സ് ഇൻ ദ ബിലീഫ് ദാറ്റ് ദർ ഈസ് സം ഫോം ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതായത് ബെറിയൽ നടത്തിയിരുന്ന ജനങ്ങളോട് വളരെ റെസ്പെക്റ്റ് കാണിക്കാനുള്ള കാരണം എന്തുവാ? ഒരു ആഫ്റ്റർ ഡെത്ത് കഴിഞ്ഞിട്ട് ഒരു ജീവിതം പിന്നീട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്, വളരെ റെസ്പെക്റ്റോടു കൂടി അവർ ബെറിയൽ നടത്തിയിരുന്നത്. ബെറിയൽ ഈസ് വൺ സച്ച് അറേഞ്ച്മെൻറ്റ്. സെവറൽ ബെറിയൽ സൈറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മെഗ്ര. അപ്പോൾ ഈ മെഗ്രയിൽ നമ്മൾ 3 കാര്യങ്ങൾ, ഇപ്പം 3ാമത്തെ കാര്യമാണ് പറയുന്നത്. 1ാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ബാർലിയും വീറ്റും കൃഷി ചെയ്തിരുന്നു. 2ാമത് പറയുന്നത് ഗോഡ്സ് ആൻഡ് ഷീപ്പ് റെയർ ചെയ്തിരുന്നു. അടുത്തായിട്ട് നമ്മൾ കണ്ടത് വീടുകൾ കണ്ടെത്തിയിരുന്നു. അതിന് റെക്റ്റാങ്കുലർ ഹൗസസ് ആണ് കണ്ടെത്തിയിരുന്നത്. എല്ലാത്തിനും 4 or more കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞതാണ് ബെറിയൽ സൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബെറിയൽ വളരെ റെസ്പെക്റ്റോടു കൂടി നടത്തിയിരുന്നു. കാരണം ഡെത്ത് കഴിഞ്ഞാൽ പിന്നീടും ലൈഫ് ഉണ്ടാകും എന്നൊരു ചിന്ത അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. സെവറൽ ബെറിയൽ സൈറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മെഗ്ര. In one instance, the dead person was buried with goats which were probably meant to serve as food in the next world. അപ്പം അവർ അന്നത്തെ ആഫ്റ്റർ ഡെത്ത് കഴിഞ്ഞിട്ടും ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ആൾക്കാർ ഈ ബെറിയൽ ചെയ്തിട്ടുള്ള, ആരെയാണോ ബെറി ചെയ്തിരിക്കുന്നത് ആ വ്യക്തികളുടെ കൂടെ ഗോട്ടിനെ വരെ ബെറി ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കേവ് പെയിൻറ്റിങ്സ് ആണ് നമ്മൾ കാണുന്നത്. ഇത് ഫ്രാൻസിൽ നിന്നുള്ള ഒരു കേവ് പെയിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേവ് പെയിൻറ്റിങ്സ് ഇൻ ഫ്രാൻസ്. ഫൈൻഡ് ഫ്രാൻസ് യൂറോപ്പിലാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഫ്രാൻസ് ഇൻ യുവർ അറ്റ്ലസ്. ദ പെയിൻറ്റിംഗ് ബിലോ ഈസ് ഫ്രം എ കേവ് ഇൻ ഫ്രാൻസ്. ദിസ് സൈറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ 4 സ്കൂൾ ചിൽഡ്രൻ മോർ ദാൻ 100 years ago. 100 വർഷങ്ങൾക്ക് മുമ്പ് 4 സ്കൂൾ കുട്ടികളാണ് ഈ ഒരു കേവ് പെയിൻറ്റിംഗ് കണ്ടെത്തിയത്. പെയിൻറ്റിങ്സ് ലൈക്ക് ദിസ് വെർ മെയ്ഡ് ബിറ്റ്വീൻ 20,000 and 10,000 years. 20,000 വർഷങ്ങൾക്കും 10,000 വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടങ്ങളിലാണ് ഈ പെയിൻറ്റിംഗ് നടത്തിയിരുന്നത്. മെനി ഓഫ് ദീസ് വെയർ ഓഫ് ആനിമൽസ് സച്ച് ആസ് വൈൽഡ് ഹോഴ്സസ്, ഓറക്സ് ആൻഡ് ഓൾഡർ വൈൽഡ് ഫോം ഓഫ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ അതൊരു മാമലാണ് കേട്ടോ. ബൈസൺ, വൂളി റിനോസറസ്, റെയിൻഡിയർ ആൻഡ് ബെയർ പെയിൻറ്റഡ് ഇൻ ബ്രൈറ്റ്. അപ്പോൾ ഈ പറയുന്ന മൃഗങ്ങളുടെ എല്ലാം കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സാണ് അവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയും ദീസ് കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം ദ മിനറൽസ് ലൈക്ക് ഓക്ക് ആൻഡ് അയൺ ഓർ ആൻഡ് ചാർക്കോൾ. It is possible that these paintings were done on ceremonial occasions, or perhaps they were made of special rituals performed by hunters before they went in search of prey. അതായത് ഹണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ
ഹണ്ടിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഉത്സവം പോലെ ആ ചടങ്ങ് അവർ കൊണ്ട് നടത്തിയിരുന്നു. ആ ചടങ്ങുകളിൽ അവർ ഏതൊക്കെ ആനിമൽസിനെയാണോ ഹണ്ട് ചെയ്തിരുന്നത് ആ ആനിമൽസിൻ്റെ പിക്ചറുകളാണ് അവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ യു തിങ്ക് ഓഫ് എനി അതർ റീസൺസ്? ഇനി പെയിൻറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഹണ്ടിങ് ഒരു സെലിബ്രേഷനായിട്ട് നടത്തിയത് കൊണ്ട് മാത്രമാണ്? അല്ല, ചിലർക്ക് പാഷൻ ഉണ്ടാകും. ഡ്രോയിങ് പാഷൻ ഉള്ളവർ, പെയിൻറ്റിങ് പാഷൻ ഉള്ളവരും അവിടെ പിക്ചേഴ്സ് ഡ്രോ ചെയ്തിട്ട് ഉണ്ടാവാം. നെക്സ്റ്റ് പേജ്, എൽസ്വെയർ ഇൻ നിയോലിത്തിക് സൈറ്റ് ഫൈൻഡ് ടർക്കി ഇൻ യുവർ അറ്റ്ലസ്. ടർക്കിയും നമ്മൾ ഇതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യമാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് നിയോലിത്തിക് സൈറ്റ് ടർക്കിയിലുള്ളത് ചാദൽ ഹൊയൂക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. വാസ് ഫൗണ്ട് ഇൻ ടർക്കി. സെവറൽ തിങ്സ് വെർ ബ്രോട്ട് ഫ്രം ഗ്രേറ്റ് ഡിസ്റ്റൻസസ്. ഫ്ലിൻറ്റ് ഫ്രം സിറിയ. ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞ ഒരു സിലിക്ക കണ്ടൻ്റ് ആയിട്ടുള്ള റോക്കിനെയാണ് ഫ്ലിൻറ്റ് എന്ന് പറയുന്നത്. കൗറീസ് ഫ്രം ദ റെഡ് സീ, അതൊരു ഷെല്ലാണ്. ഷെൽസ് ഫ്രം ദ മെഡിറ്ററേനിയൻ സീ ആൻഡ് യൂസ്ഡ് ഇൻ ദ സെറ്റിൽമെൻറ്റ്. റിമെമ്പർ ദെയർ വർ നോ കാർട്സ്. മോസ്റ്റ് തിങ്സ് വുഡ് ഹാവ് ബീൻ ക്യാരീഡ് ഓൺ ദ ബാക്സ് ഓഫ് ദ പാക്ക് ആനിമൽസ് സച്ച് ആസ് കാറ്റിൽ ഓർ ബൈ പീപ്പിൾ. അപ്പം നമ്മൾ ചാദൽ ഹൊയൂക്ക് എന്ന് പറയുന്ന ടർക്കിയിലൊരു നിയോലിത്തിക് സൈറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? ഫ്ലിൻറ്റ് ഫ്രം സിറിയ. ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിക്ക അടങ്ങിയിട്ടുള്ള റോക്കാണ്. കൗറീസ് ഫ്രം ദ റെഡ് സീ. ഷെൽസ് ഫ്രം മെഡിറ്ററേനിയൻ സീ യൂസ് ഇൻ ദ സെറ്റിൽമെൻറ്റ്. അവിടുത്തെ ആൾക്കാർ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു തിങ്ക് കൗറീസ് ആൻഡ് ഷെൽസ് വുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ? ഐ തിങ്ക് കൗറീസ് ആൻഡ് ഷെൽസ് മേ ബി യൂസ്ഡ് ഇൻ ദ ജുവലറീസിലായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ടും കൗറീസും ഷെൽസും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലെറ്റസ് റീകോളിലൊന്ന് നോക്കാമല്ലോ. Hunter-gatherers choose to live in caves and rock shelters because to protect them from heat, cold and rain. Grasslands developed around 12,000 years ago. Why do people who grow crops have to stay in the same place for a long time? അപ്പം നമ്മൾ കുറേയേറെ കാലഘട്ടം ഒരു സ്ഥലത്ത് തന്നെ ആൾക്കാർ താമസിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടു ചില ചെടികളൊക്കെ ഉണ്ടായിട്ട് വരണമെങ്കിൽ കുറേ സമയം പിടിക്കുമെന്ന് പറഞ്ഞല്ലേ. ഇവിടെ നമ്മൾ പേജ് നമ്പർ 17 നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ ഹണ്ടർ ഗ്യാദേഴ്സ് അല്ലേ. ഈ പീപ്പിൾ ഹാഡ് ടു സ്റ്റേ ഇൻ ദ സെയിം പ്ലേസ് ഫോർ എ ലോങ് ടൈം ലുക്കിംഗ് ആഫ്റ്റർ ദ പ്ലാന്റ്സ്, വാട്ടറിങ്, വീഡിങ്, ഡ്രൈവിംഗ് അവേ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ടിൽ ദ ഗ്രെയിൻസ് റൈപ്പൻ. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ സമയം അവിടെ താമസിക്കാനുള്ള കാരണം. Why do archaeologists think that many people who lived in Megra were hunters to start with and that herding became more important? ഇവിടെ നമുക്ക് പേജ് നമ്പർ 20 നോക്കുമ്പോൾ നമുക്കിവിടെ മേഗ്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. Megra was probably one of the places where people learned to grow barley and wheat and raise sheep and goats for the first time in the area. It is one of the earliest villages that we know about. It is this site many animal bones were found. അവിടെ ആനിമൽ ബോൺസ് ഫൗണ്ട് ചെയ്യുന്നതിൽ വൈൽഡ് ആനിമൽസ് ഉണ്ടെന്ന് പറയുന്നത്. ബോൺസ് ഓഫ് വൈൽഡ് ആനിമൽസ് സച്ച് ആസ് ഡിയർ ആൻഡ് പിഗ്. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹണ്ടിങ് അവിടെ പോസിബിൾ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനിയും വൈ ഡിഡ് ദ ഹണ്ടർ ഗ്യാദേഴ്സ് ട്രാവൽ ഫ്രം? നമ്മൾ ഫസ്റ്റ് പേജിൽ 4 റീസൺസ് കണ്ടു. എന്താണ് 4 കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഹണ്ടർ ഗ്യാദേഴ്സ് ട്രാവൽ ചെയ്തിരുന്നെന്നുള്ളത്. ലിസ്റ്റ് 3 ways in which hunter gatherers used fire. ഫയർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ യൂസ് ചെയ്യുന്നത്? എ സോഴ്സ് ഓഫ് ലൈറ്റ്, എ സോഴ്സ് ഫോർ കുക്കിംഗ്, എ സോഴ്സ് ടു സ്കെയർ അവേ ആനിമൽസ് ആൻഡ് ടു കീപ് ദം വാം ടു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.